2018 വണ്ടി ആസ്റ്റ വേരിയന്റ് ആണ് വണ്ടി വരുന്നത്. ആസ്റ്റ ആണ് ഇതിന്റെ മുകളിൽ ആസ്റ്റ ഓപ്ഷനിലും കൂടി ഉണ്ടാവും. അതിൽ വ്യത്യാസം വരിക വെച്ചാൽ എയർ ബാഗ് 6 ഉണ്ടാവും, ഇതിൽ 2 എയർ ബാഗ് ഉണ്ടാവും, പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരും. ബാക്കി അലോയ്സ് ആയാലും പിന്നെ 90,000. ഓക്കെ, വലിയ വണ്ടിയാണ്. അതിൻ്റെ ഒരു ഓട്ടം പോകും, 7 സീറ്റർ വണ്ടിയാണ്. പിന്നെ എന്തെങ്കിലും ക്ലെയിമോ റീപ്ലേസ്മെന്റോ? ഇല്ല, ക്ലെയിമോ റീപ്ലേസ്, നല്ല വണ്ടിയാണ്, ഒന്നുമില്ല. ഒരു നീറ്റ് വണ്ടിയാണ്, ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ, ഇതിന്റെ ഇന്റീരിയർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സീറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ആ മോഡലിന്റെ പഴക്കോ കാര്യമൊന്നും ഉണ്ടാവില്ല, നല്ല നീതി തന്നെയാണ് ഇന്റീരിയർ ഉള്ളത്. നമ്മൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എത്ര കൊടുക്കാം നമുക്കിത്? നമുക്ക് ഫൈനലായിട്ട് ഒരു 4,65,000 രൂപയ്ക്ക് ഓട്ടോമാറ്റിക് ഇഗ്നിസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സീറ്റ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് മാർബൽ മോട്ടോഴ്സിൽ വന്നിരിക്കുകയാണ്. കണ്ണൂർ കൂത്തുപറമ്പാണ് മാർബൽ മോട്ടോഴ്സിന്റെ ലൊക്കേഷൻ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പലരും കമൻസിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഫൈനൽ റേറ്റിൽ വീഡിയോ ചെയ്യണം. നമ്മൾ കൂടുതൽ ഫൈനൽ റേറ്റ് തന്നെ ചെയ്യാറ്. അതായത് എല്ലാ ഷോറൂമിലും OLXലും അവരുടെ മറ്റുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ ഇടുന്ന വിലയേക്കാൾ ഫൈനൽ റേറ്റ് തന്നെയാണ് നമ്മളെ വീഡിയോയിൽ പറയാറുള്ളത്. വാഹനങ്ങൾ അവർ ചോദിക്കുന്ന വിലയേക്കാളും. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ വാഹനങ്ങളെപ്പറ്റി പല ഡൗട്ടും പലരും ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ചില സെഗ്മെൻറ്റ് വാഹനങ്ങൾ കൂടുതലും പെട്ടെന്ന് തന്നെ യൂസ്ഡ് കാർ മാർക്കറ്റിലേക്ക് വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്, പ്രത്യേകിച്ച് കിയ സെൽറ്റോസ് പോലത്തെ വണ്ടികളെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. വണ്ടിയുടെ ടെക്നിക്കൽ സൈഡ് നിങ്ങൾക്ക് ഏത് ഷോറൂമിൽ നിന്ന് ഞാനിപ്പോൾ കാണിക്കുന്ന ഷോറൂം മാത്രമല്ല, നിങ്ങൾ എവിടെ പോയിട്ട് ഏത് സ്ഥലത്ത് നിന്ന് വാഹനങ്ങൾ എടുക്കുകയാണെന്ന് നിങ്ങൾക്ക് അതിൻ്റെ ടെക്നിക്കൽ സൈഡ് പ്രാക്ടിക്കലി ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ടെക്നിക്കലി ഇഷ്യൂ ആയതുകൊണ്ടാണ് ആ വണ്ടി വിറ്റേന്ന് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ താല്പര്യം ഉണ്ടാവും, എടുത്തിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ വെക്കും. അല്ലെങ്കിൽ ഫിനാൻഷ്യലി എന്തെങ്കിലും ക്രൈസിസ് വന്നിട്ട് പെട്ടെന്ന് തന്നെ വെക്കാമെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറൊരു വണ്ടി അപ്ഗ്രേഡ് ചെയ്യാം, അപ്പോൾ അങ്ങനെ വെക്കുന്നവരുണ്ട്. അങ്ങനെ പല കാരണങ്ങളുണ്ടാവും വണ്ടി മാർക്കറ്റിലേക്ക് എത്തുന്നതിന്. പിന്നെ നമ്മൾ കാണിക്കുന്നതിൽ എന്താണോ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ അത് കറക്റ്റ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ആരെ കൊണ്ടുവന്ന് വേണമെങ്കിലും എല്ലാ ഷോറൂമിലും പോയിട്ട് ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കാം. പിന്നെ ഷോറൂമിൽ കൊണ്ടുപോകാം. ഷോറൂമിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ഇൻസ്പെക്ട് ചെയ്ത് അതിൻ്റെ സർവീസ് ഹിസ്റ്ററി, ഇൻഷുറൻസ് ഹിസ്റ്ററി കിട്ടുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ. അപ്പോൾ നിങ്ങൾ ഇൻഷുറൻസ് ഏജൻറ്റുമാർ, വണ്ടിയുടെ ഇൻഷുറൻസ് കൊടുക്കുന്ന ഏജൻറ്റുമാർ അവരോടൊന്ന് സമീപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും ഒപ്പിക്കാൻ പറ്റും. ഇൻഷുറൻസ് ഹിസ്റ്ററി അതും എടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ വാഹനങ്ങൾ എടുക്കാൻ പാടുള്ളൂ, ഏത് ഷോറൂമായാലും. അപ്പോൾ ഇവിടുത്തെ സ്റ്റോക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ നമുക്ക് മാനസിനെ സ്വാഗതം ചെയ്യാം. മാനസേ, സ്വാഗതം. സുഖല്ലേ? സുഖം തന്നെ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ? പോയോ വണ്ടികൾ? കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് കയറ്റി ഒരുവിധം വണ്ടിയൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ തന്നെ പോയിട്ടുണ്ടല്ലേ? എല്ലാം പോയിട്ടുണ്ട്. ഓക്കെ, എല്ലാ സെഗ്മെന്റ് വണ്ടികൾ കിട്ടുന്ന ഒരു സ്ഥലമാണിത്. ഇപ്പോൾ XUV500 ഉണ്ട്, ഇഗ്നിസ് ഉണ്ട്, ബലാനോ, പോളോ, വെൻഡോ, i20, ടിയാഗോ, ഇങ്ങനത്തെ എല്ലാ വണ്ടികളുണ്ട് അല്ലേ? മൈക്ര അല്ലേ, സാൻഡ്രോ, ഇയോണ്, എല്ലാ സെഗ്മെന്റും ഇങ്ങനത്തെ വാഹനങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് കായലോട് അല്ലേ ലൊക്കേഷൻ? അതായത് കണ്ണൂർ കൂത്തുപറമ്പ് റോഡിൽ കായലോട്, അതാണ് ലൊക്കേഷൻ കറക്റ്റ് വരുന്നത്. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ, ഇങ്ങനത്തെ വാഹനങ്ങൾ നോക്കുന്നവരുണ്ട്, ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. എന്താണ് കറക്റ്റ് ഡീറ്റെയിൽ കറക്റ്റ് നമ്മൾ പറഞ്ഞൊരു ഫൈനൽ റേറ്റും പറയാം അല്ലേ? ഓക്കെ, അപ്പോൾ ബാക്കി ഞാൻ വലിച്ചു കിട്ടത്തില്ല, വീഡിയോയിലേക്ക് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടുപോകും. സപ്പോർട്ട്, നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അല്ലേ? ആദ്യ വാഹനം Volkswagen പോളോ ആണ്. KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്, കണ്ണൂർ ജില്ല. ഏതാ മോഡൽ ഇത്? ഇത് 2018 മോഡലാണ്. ഹൈലൈൻ പ്ലസ് ആണ് വണ്ടി. ഏറ്റവും ടോപ്പ് എൻ്റെ 1 ലിറ്റർ അല്ല? 1 ലിറ്റർ ഹൈലൈൻ പ്ലസ് ഏറ്റവും ടോപ്പ് എൻ്റെ വാഹനമാണ്. മാനുവൽ. ഓക്കെ, പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ മാനുവൽ 1 ലിറ്റർ ആണ്. പിന്നെ അത്യാവശ്യം മൈലേജ് കിട്ടും. ഒരു MPI അല്ല അല്ലേ? ടർബോ അല്ല. ഓക്കെ, അപ്പോൾ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഒരു 12-15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടും. നമ്മൾ സാധാരണ ഒരു കാർ കൊണ്ട് നടക്കുന്ന പോലെ തന്നെ കിട്ടും. ഓക്കെ, എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ വണ്ടിയിൽ? വണ്ടിക്ക് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. ഓക്കെ, 0 ക്ലെയിം ആണ് വണ്ടി, ഒന്നുമില്ല. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ 2018 പോളോ ഹൈലൈൻ 1 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്ന വാഹനം. കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ 84,000 ഓടിയിട്ടുണ്ട്. അത് സർവീസ് ഉണ്ടോ പ്രോപ്പർ? മൊത്തമായിട്ടുണ്ടാവില്ല, എന്നാലും മോശം നല്ല രീതിക്കുള്ള സർവീസും കാര്യങ്ങളും ഫിസിക്കലി ചെക്ക് ചെയ്തല്ലേ? വണ്ടി പക്ക ഓക്കെ. അപ്പൊ നമുക്ക് ഫൈനൽ എത്രയാ പറഞ്ഞു? ഫൈനൽ നമുക്ക് ഒരു 4,90,000 വണ്ടി കൊടുക്കാം. ഓക്കെ, ഫൈനലാണ് 4,90,000 രൂപയ്ക്ക് 2018 1 ലിറ്റർ എഞ്ചിൻ വരുന്ന MPI എഞ്ചിൻ വരുന്ന 1 ലിറ്റർ വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. അപ്പോൾ താല്പര്യമുണ്ടോ വിളിച്ചോ, ഒരു ക്ലെയിമും ഇല്ല. ഒരു 4 വരെ ലോണും കിട്ടുമല്ലോ? 4 സുഖമായിട്ട് ലോൺ കിട്ടും. ഓക്കെ, അടുത്തതാ ഹ്യുണ്ടായി സാൻഡ്രോ ആണ്. KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്, കാസർഗോഡ് ജില്ല. ഏതാ മോഡൽ ഇത്? ഇത് 2019 ആസ്റ്റ വേരിയന്റ് ആണ് വണ്ടി വരുന്നത്. ഇതിൽ ടോപ്പ് എൻ്റെ വാഹനമാണ് ആസ്റ്റ. 4 ഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ, ഡിഫോഗർ, വൈപ്പർ കാര്യങ്ങളൊക്കെ വരും. പിന്നെ
ഇതിൽ ഓപ്ഷനിൽ വരുന്നില്ല അല്ലേ? ഇല്ല, ഓപ്ഷൻ ഇല്ല. പുഷ് ബട്ടൺ ഉണ്ടാവില്ല, അലോയ്സ് ഉണ്ടാവില്ല, അത് ഇതിൽ വരുന്നില്ല സംഭവം. ഓക്കെ, സെൻട്രോൾ 1 ലിറ്റർ അല്ല, 1 ലിറ്റർ എഞ്ചിന് വണ്ടി. മൈലേജ് ഉണ്ടാവും ഒരു 14-17 റേഞ്ച് വരെയൊക്കെ ഏകദേശം മൈലേജ് കിട്ടും അല്ലേ? ഓക്കെ. അപ്പോൾ ഓട്ടോ എത്ര പോയത്? ഓട്ടോ ഇത് 61,000 കിലോമീറ്റർ. 61,000. ഓക്കെ, 19 മോഡൽ 61,000. നോർമൽ ഓട്ടം തന്നെ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണോ? സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്നത്. എന്തെങ്കിലും ക്ലെയിം ഉണ്ട് ഇതിൽ? വണ്ടിക്ക് വേറെ റീപ്ലേസ്, ആക്സിഡന്റ് അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഇല്ല. നീറ്റ് വണ്ടി, നല്ല വണ്ടി അല്ലേ? ഓക്കെ. അപ്പോൾ 19 സെക്കൻഡ് ഓണർഷിപ്പ്, ആസ്ട്ര ഫുൾ ഓപ്ഷൻ, സാൻഡ്രോ ആണ്, 1 ലിറ്റർ എഞ്ചിൻ വരുന്ന വണ്ടി. അത്യാവശ്യം മൈലേജ് കൊണ്ടു നടക്കാം. നമുക്ക് എത്ര ഇതിന്റെ ഫൈനൽ പറഞ്ഞു? ഫൈനൽ റേറ്റ് നമുക്ക് ഒരു 365 ചെയ്ത് കൊടുക്കാം. നല്ല വണ്ടിയാണ്. 3,65,000 ഫൈനൽ റേറ്റ്. അതായത് 19 മോഡലുണ്ട്, ഫുൾ ഓപ്ഷനാണ്. ഓക്കെ, ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന വണ്ടി ഈ ഒരു വിലയ്ക്ക് 3 ലക്ഷം വരെ, 3-3.25 വരെയൊക്കെ ലോണും കയറും. സുഖമായിട്ട് വരും. ഓക്കെ. അടുത്തത് ചെറിയൊരു ബഡ്ജറ്റിൽ കാറ് നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു കാർ എന്ന മോഹം തീർക്കാൻ പറ്റിയ വാഹനമാണ് അല്ലേ? ഹ്യുണ്ടായി സാൻഡ്രോ. പഴയ സാൻഡ്രോ ആണ്. പിന്നെ ഈ ഒരു സാധനം ഇപ്പോൾ നല്ലോണം യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഈ വണ്ടി പേപ്പറൊക്കെ എടുത്തിട്ട് പുതിയ വണ്ടികൾ അല്ലേ? പുതിയ പേപ്പർ എടുത്തിട്ട് ഓടിക്കാൻ നല്ലൊരു രസം, നല്ല സുഖമാണ് ഓടിക്കാൻ. ഓക്കെ. അപ്പോൾ ഇത് മോഡൽ ഏതാ ശരിക്കും? ഇത് 2006 മോഡൽ വണ്ടിയാണ്. ഇപ്പൊ പേപ്പർ എടുത്തിട്ടുണ്ട്, 31 വരെ പേപ്പർ ഉണ്ട്. നല്ല നീറ്റ് വണ്ടി. സെക്കൻഡ് റിന്യൂവൽ, അതായത് 21 ഒരു പ്രാവശ്യം റിന്യൂ ചെയ്ത് 26 വരെ കിട്ടി. 26 പിന്നെ ഇപ്പൊ റിന്യൂവൽ എടുത്ത് 31 വരെ പുതിയ പേപ്പറാണ്. നീറ്റാണല്ലേ? പെയിന്റ് വണ്ടി, ഇന്റീരിയർ, സീറ്റ് വൈസ് എല്ലാം നീറ്റാണ്. സെക്കൻഡ് ഓണറാണ് വണ്ടി. ഇപ്പൊ ആകെ ഒരു മൈനസ് ഉള്ള ഇതിന്റെ സ്റ്റീരിയോ അവർ ഊരി വെച്ചിട്ടുണ്ട്. സ്റ്റീരിയോ ഊരി വെച്ചിട്ടുണ്ട്. ഓക്കെ. ബാക്കി 2 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്ന മോഡലാണ്. എല്ലാം വർക്കിംഗ് ആണോ? എല്ലാം വർക്കിംഗ്. വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്ത് വണ്ടി. ഇപ്പോഴും 73,000 കിലോമീറ്റർ. കിലോമീറ്റർ പിന്നെ നമ്മള് ജെനുവിറ്റി പറയണ്ട, പഴയ വണ്ടിയല്ലേ? ഓക്കെ. മേജർ ക്ലെയിം അങ്ങനത്തെ ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. അപ്പോ എത്ര ഇതിന്റെ ചോദിക്കുന്നത്? ഫൈനലായിട്ട് 80,000 കൊടുക്കാം. ഓക്കെ. 80,000 പുതിയ പേപ്പറിൽ 2031 വരെ പേപ്പറുള്ള ഈ ഒരു സാൻഡ്രോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. എല്ലാം വർക്കിംഗ് ആണ് നിലവിൽ. അപ്പോൾ താല്പര്യമുണ്ടോ വിളിച്ചോ. ലോണും കാര്യമൊന്നും ഇതിൻ്റെ മോഡൽ നഷ്ടമാണ്. അതെ കേട്ടാ? ഓക്കെ. ലോണ് കിട്ടുകയില്ല എന്നാലും പറയാം, വേറെ ഫിനാൻസ് ഒന്നും ഇടാതെ കേട്ടാൽ നഷ്ടമാണ്. ഓക്കെ. അടുത്ത ഹ്യുണ്ടായി ഇയോൺ ആണ്. KL 18 വടകര രജിസ്ട്രേഷൻ ആണ് വരുന്നത്. കോഴിക്കോട് ജില്ലയാണ് വരിക. ഏതാ മോഡൽ? ഇത് 2016 മാഗ്ന വേരിയന്റ് വരുന്നത്. ഓക്കെ. ഇറ പ്ലസ് അല്ല, മാഗ്നയാണ്. ഇതിൽ അഡീഷണൽ സെൻട്രൽ ലോക്ക് വരും, സ്റ്റീരിയോ വരും അല്ലേ? ഈ 2 ഫീച്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ. ഓട്ടോ എത്ര പോയി? ഓട്ടോ 50,000. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. നല്ല മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ഓക്കെ, വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഒരു ക്ലെയിമും ഇല്ല അല്ലേ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റോ ഒന്നുമില്ലാത്ത നല്ലൊരു വണ്ടിയാണ്. 800 cc, ഒരു 15, 17, 18 വരെയൊക്കെ മൈലേജ് കിട്ടുന്ന പ്രതീക്ഷിക്കാം. ഓക്കെ. കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പൊ എടുത്ത് കഴിഞ്ഞപാട് നിങ്ങൾക്ക് 60-70% അത്യാവശ്യം ഓണ്ട ടയേഴ്സ് ഉണ്ട്. ഒരു 15,000 കിലോമീറ്റർ ഒക്കെ സുഖമായിട്ട് ഓണ്ട ടയർ. അപ്പോൾ എടുത്തപാട് പ്രത്യേകിച്ച് ഒരു പണിയില്ല കയറ്റാൻ. കൊണ്ടുനടക്കാൻ സിമ്പിളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. എല്ലാം വർക്കിംഗ് ആണല്ലോ? വണ്ടിക്ക് ഓടിക്കാൻ നല്ല സ്മൂത്ത് ആണ്. വേറെ ഒന്നുമില്ല, ഒരു കുറ്റം പറയാൻ വണ്ടിക്ക് ഒന്നുമില്ല. നല്ല വണ്ടി. നമുക്ക് ഫൈനൽ എത്രയാണ്? ഫൈനൽ നമുക്ക് 2.15. നമുക്ക് ഒന്നും ചെയ്യാൻ ഫൈനൽ റേറ്റ് ആണ്. ഫൈനലാണ്. ഓക്കെ. 2,15,000 ഫൈനലാണ്. 16 മോഡൽ മാഗ്നയാണ്. ഇറ പ്ലസ് അല്ലേ? അതും കമ്പയർ ചെയ്യണം. ഓക്കെ. അപ്പോൾ ചെറിയ കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം. ഓക്കെ. ഒരു 1.25 വരെയൊക്കെ ലോൺ കയറുമോ? കയറും. നല്ല ക്വാളിറ്റി വണ്ടി വന്നു. ഓക്കെ. അടുത്തത് ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റ് ഹ്യുണ്ടായി i20 KL 59 തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആണ്, കണ്ണൂർ ജില്ല. എലൈറ്റ് ഷേപ്പ്, കൂടുതൽ പേര് ഇഷ്ടപ്പെടുന്ന ഷേപ്പാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 വണ്ടി, ആസ്റ്റ വേരിയന്റ് ആണ് വണ്ടി വരുന്നത്. ആസ്റ്റ ആണ്. ഇതിന്റെ മുകളിൽ ആസ്റ്റ ഓപ്ഷനിലും കൂടി ഉണ്ടാവും. അതിൽ വ്യത്യാസം വരിക വെച്ചാൽ എയർ ബാഗ് 6 ഉണ്ടാവും, ഇതിൽ 2 എയർ ബാഗ് ഉണ്ടാവും. പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരും. ബാക്കി അലോയ്സ് ആയാലും പിന്നെ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഇതിലും വരുന്നുണ്ട്. ഓക്കെ. ഇതിൽ പുഷ് ബട്ടൺ വരില്ല? പുഷ് ബട്ടൺ അല്ല, ഇതിലും വരുന്നുണ്ട്. ഓക്കെ. ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒരു ഡോർ റീപ്ലേസ് ആണ്. ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. ഡ്രൈവർ സീറ്റിന്റെ ഡോർ, ഡ്രൈവർ സൈഡ്. മേജർ ആയിട്ട് കിട്ടിയൊന്നുമല്ല? മേജർ ഗ്ലാസ് ഒന്നും മാറിയില്ല. ഗ്ലാസ് അല്ല തന്നെ സെയിം ഗ്ലാസ്. ജസ്റ്റ് എന്താ മൈനർ ബോഡിയിൽ എന്തെങ്കിലും ഇതായതായിരിക്കും, മാറിയിട്ടുണ്ടാവും ഇൻഷുറൻസിൽ. ഓക്കെ. ടയേഴ്സും വലിയ കുഴപ്പമില്ലാത്ത പെട്രോൾ i20 ആണ്. 1.4 ലെവല് പെട്രോൾ, 1.4. അപ്പോൾ മൈലേജ് കുറച്ച് കുറവായിരിക്കും ഇതിന്. 11, 14 ആ റേഞ്ചൊക്കെ മൈലേജ് കിട്ടുള്ളൂ. പിന്നെ നല്ല സുഖമായിരിക്കും ഓടിക്കാനും. നല്ല സുഖമാണ്. എല്ലാം നല്ല സ്റ്റെബിലിറ്റി ഒക്കെ ആയിരിക്കും വണ്ടി. പിന്നെ CNG ചെയ്താൽ മൈലേജും ആവും. പലരും ഇപ്പോൾ CNG ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ പെട്രോൾ വണ്ടികൾ എടുത്തിട്ട്. ഓക്കെ. അപ്പോൾ സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. സിംഗിൾ ഓണർ. 2018 ആസ്റ്റ i20 ആണ്. കിലോമീറ്റർ 90,000 ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ.
അപ്പൊ എത്ര കൊടുക്കുക ഇത്? ഇത് നമുക്ക് ഫൈനലായിട്ട് 470 കൊടുക്കാം. 4,70,000 ഫൈനൽ റേറ്റ് ആണ്. 18 പെട്രോൾ. ഓക്കെ, ഒരു 4.5 വരെ ലോൺ കയറും. ഓ സുഖമായിട്ട്. ഓക്കെ, അത്യാവശ്യം. അടുത്തതാ മാരുതി സുസുക്കി ഇഗ്നിസ് KL 13 AK6 AK47 ആയിട്ട് അടിപൊളിയാവുന്നു. 6 ആണ്, എന്തായാലും സിംഗിൾ ഡിജിറ്റ് വരുന്ന നമ്പറാണ്. കണ്ണൂർ രജിസ്ട്രേഷനാണ്. പിന്നെ ഓട്ടോമാറ്റിക് വണ്ടിയാണ് അല്ലേ? ഓട്ടോമാറ്റിക് ഇഗ്നിസ് നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നോ. ഇഗ്നിസ് ഇപ്പോൾ കത്തിക്കൊടുക്കുന്ന സമയമായിരുന്നു, അവിടെ പ്രൊഡക്ഷൻ നിർത്തി മാരുതി. ഓക്കെ, ഇപ്പൊ ഇഗ്നിസ് ഇറങ്ങുന്നില്ല. ഇതേപോലെയായിരുന്നു റിഡ്സ് വണ്ടി. അതെ. ഓക്കെ, അപ്പോൾ ഇഗ്നിസ് തപ്പി നടക്കുന്നവരുണ്ടെ വന്നു. ഓട്ടോമാറ്റിക് ഏതാ മോഡല്? ഇത് 2017 സീറ്റ വേരിയന്റ് വണ്ടിയാണ്. സീറ്റ ടോപ്പിന്റെ താഴെ, ആൽഫയുടെ തൊട്ട് താഴെ എന്ന് വെച്ചാൽ അലോയ്സ് പുഷ്പട്ടനും അങ്ങനത്തെ ഓൾമോസ്റ്റ് ഫീച്ചർ ലോഡഡ് വണ്ടി തന്നെയാണ് ഈ സീറ്റ എന്ന് പറയുന്നത്. ആൽഫയിലേക്ക് പോകുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ, കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല ആൽഫയിലേക്ക് പോകുമ്പോൾ. അപ്പോൾ കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 63,000. ഓക്കെ, 17 വെച്ച് നോക്കുമ്പോൾ വലിയൊരു ഓട്ടോവും പോയിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ അല്ല, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന ഓട്ടോമാറ്റിക് സീറ്റ ഇഗ്നിസ് ആണ്. ഓക്കെ, അപ്പോൾ സർവീസ് ഒക്കെ ഉണ്ടാവും അല്ലേ? സർവീസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇതിന്റെ പുറകിൽ പുതിയ ടയർസാ? പുറകിലെ 2 നല്ല പുതിയ ടയേഴ്സ് ആണ്. സാറിന്റെ ഫ്രണ്ടിലാണല്ലോ എല്ലാവരും പുതിയ. മുമ്പിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ടയർ ആണ്. നമ്മള് ബാക്കിൽ കുറച്ച് തേഞ്ഞതായതുകൊണ്ട് അത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ നല്ല ടയർ ഭാഗമുള്ള നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ എത്ര കൊടുക്കാം നമുക്കിത്? ഇത് നമുക്ക് ഫൈനലായിട്ട് ഒരു 4,65,000 4,65,000 രൂപയ്ക്ക് ഓട്ടോമാറ്റിക് ഇഗ്നിസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സീറ്റ 2017 വലിയ ഓട്ടോ പോയിട്ടില്ല. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ഒരു 4-4.5 വരെയൊക്കെ ലോണും കയറുമല്ലോ. ഓ സുഖമായിട്ട്. ഹലോ, അടുത്തത് ഒരു സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ സെഗ്മെന്റ് ആണ്. KL 51 രജിസ്ട്രേഷൻ വരുന്ന മഹീന്ദ്രയുടെ XUV 500. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2017 മോഡൽ വണ്ടിയാണ്. XUV 500 W10 വണ്ടി. W10. ഓക്കെ, 17 അല്ലേ? 17 മോഡൽ. 17 W10 ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. സൺറൂഫ്, ടയർ ബാഗ്, ABS EBD, അലോയ്സ്, പുഷ്പട്ടൻ ഒക്കെ വരും. എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ഓക്കെ, കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 90,000. 90,000. ഓക്കെ, വലിയ വണ്ടിയാണ്. അതിൻ്റെ ഒരു ഓട്ടം പോകും. 7 സീറ്റർ വണ്ടിയാണ്. പിന്നെ എന്തെങ്കിലും ക്ലെയിമോ റീപ്ലേസ്മെന്റോ? ഇല്ല, ക്ലെയിമോ റീപ്ലേസ്. നല്ല വണ്ടിയാണ്. ഒന്നുമില്ല, ഒരു നീറ്റ് വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ, നമ്പറും അത്യാവശ്യം നല്ല അടിപൊളി നമ്പറാണ്. അതെ, 5500. ഓക്കെ, 2255 ആണ് പൊളിച്ച് തന്നെ. പിന്നെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന 17 മോഡൽ W10 ഫുൾ ഓപ്ഷൻ. എത്രയാണ് ചോദിക്കുന്നത് ഫൈനൽ? ഇതിന് ചോദിക്കുന്നത് ഫൈനൽ 8,95,000. 8,95,000. 17 W10 ആണ് ഫുൾ ഓപ്ഷൻ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. പിന്നെ മാനുവൽ വണ്ടി? ഓ അല്ല, മാനുവൽ ഡീസൽ വണ്ടി. ഡീസൽ. ഓക്കെ ഓക്കെ. പിന്നെ ലോൺ എത്രയാരും? ഒരു ലോണ് 8 ലക്ഷം കിട്ടുമോ? 8 ലക്ഷമൊക്കെ കിട്ടുന്നില്ല. അത്യാവശ്യം നല്ല പ്രൊഫൈലൊക്കെയാണ്. 8 ലക്ഷം സുഖമായിട്ട്. വീണ്ടും ഹ്യുണ്ടായി ഇയോൺ ആണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഏതാ മോഡൽ ഇത്? ഇത് 2018 മോഡൽ വണ്ടി. 18 അല്ലേ? ഓക്കെ. കിലോമീറ്റർ 69,000. ഏതാ ഓപ്ഷൻ? ഇറ പ്ലസ് വണ്ടി. ഇറ പ്ലസ്, AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. അത്രയും ഫീച്ചേഴ്സ് ഉണ്ടാവും. സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാണ്. ക്ലെയിമും കാര്യമൊന്നുമില്ല. 18 മോഡൽ ഇറ പ്ലസ് ആണ്. 69,000 ഓടിയ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. വൈറ്റ് ഇയോൺ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. നമുക്ക് എത്ര കൊടുക്കാം ഫൈനൽ? നമുക്ക് ലാസ്റ്റ് ഒരു 2,30,000. 2,30,000 ഫൈനൽ റേറ്റ് ആണ്. 18 മോഡൽ ഇറ പ്ലസ്. ഓക്കെ. അപ്പോൾ ലോണും ഏകദേശം ഒരു 2 ലക്ഷം വരെയൊക്കെ ലോൺ. 2 ലക്ഷം വരെ ലോൺ 2018 വണ്ടിയല്ലേ? ഓക്കെ. അടുത്തത് മാരുതി സുസുക്കി വാഗണർ ആണ്. ഇതും നിങ്ങൾക്കൊരു ചെറിയ പൈസക്ക് എടുക്കാൻ പറ്റിയ വാഹനം. നല്ല വണ്ടി. KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ വരുന്ന വാഗണർ 1 ലിറ്റർ വണ്ടി അല്ലേ? ഒരു 14-17 റേഞ്ച് വരെ മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ്. ഏതാ മോഡല്? ഇത് 2010 മോഡൽ വണ്ടിയാണ്. 10. ഇപ്പൊ പേപ്പർ എത്ര? 30 വരെ ഉണ്ട് വണ്ടി. ഓക്കെ, 2030 വരെ നിലവിലെ പേപ്പർ ഉണ്ട്. അതായത് ഇനി ഒരു 4 വർഷം കൂടി പേപ്പറുള്ള വാഹനമാണ്. മേജർ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. മേജർ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. ഇത് ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാ? ഓക്കെ. സിംഗിൾ ഓണർ കിടക്കുന്ന വാഹനമാണ്. 30 വരെ ഇപ്പൊ പേപ്പറും ഉണ്ട്. LXi 1 ലിറ്റർ വാഗണർ ആണ്. അപ്പോൾ എത്രയാണ് ഇതിന്റെ പ്രൈസ് ഫൈനലായിട്ട് നമുക്ക് ഒരു 1.5 കൊടുക്കാം. 1.5 ലക്ഷത്തിന് 2030 വരെ പേപ്പറുള്ള ഒരു LXi വാഗണർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കൊണ്ടുപോകാം. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 93,000. ലോണ് ചാൻസ് ഉണ്ടോ? 10 മോഡലാകുമ്പോൾ കിട്ടാൻ പ്രയാസമായിരിക്കും അല്ലേ? ലോൺ ചെയ്യാത്തതായിരിക്കും കൂടുതൽ നല്ലത്. മഹീന്ദ്ര സൈലോ, അതായത് നിങ്ങൾ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു 7 സീറ്റർ നോക്കുന്നുണ്ടെങ്കിൽ
ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. KL 52 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഇതാ ഒരു സൈലോ പോകുന്നതാ, ഒരു സൈലോ പോകുന്നുണ്ട്. എങ്ങനെയാ ഡീറ്റെയിൽ ഇത് 2009 മോഡൽ വണ്ടിയാണ്. 2009. ഓക്കെ. പേപ്പർ ഇപ്പോൾ നമുക്ക് 29 രൂപ പേപ്പർ ഉണ്ട്. 29 വരെ നിലവിൽ പേപ്പർ നിൽക്കുന്ന വാഹനമാണ്. 2009 മോഡൽ. ഓക്കെ. ഇതിൻ്റെ ഇൻറ്റീരിയർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സീറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ആ മോഡലിൻ്റെ പഴക്കമോ കാര്യമൊന്നും ഉണ്ടാവില്ല. നല്ല നീതി തന്നെയാണ് ഇൻറ്റീരിയർ ഉള്ളത്. നമ്മൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്. നല്ല രീതിക്ക് കൊണ്ടുവരുന്ന ഏതോ ഇതുവരെ E4 AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരും. സെൻട്രൽ AC വരും. ഓക്കെ. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്. കുഴപ്പമൊന്നുമില്ല. അപ്പൊ നീറ്റാണ്. ഇന്റീരിയർ കാണുമ്പോൾ തന്നെ നീറ്റാണ് വണ്ടി. 29 വരെ പേപ്പർ ഉണ്ട്. നമുക്ക് ഫൈനൽ എത്ര റേറ്റ്? ഫൈനലി നമുക്കൊരു 1.45 കൊടുക്കാം. 1,45,000 രൂപയ്ക്ക് 29 വരെ പേപ്പറിൽ നല്ലൊരു സൈലോ കൊണ്ടുപോകാം. നിലവിൽ മെക്കാനിക്കൽ കണ്ടീഷനിൽ നല്ല കണ്ടീഷൻ ഫുഡാണ്. ഓക്കെ. ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും ആരെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. ഓക്കെ. ആ ഒരു പ്രൈസിനാണ് തരുന്നത് അല്ലേ? ഇങ്ങനത്തെ വിലക്ക് എടുക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം വണ്ടികൾ. ഓക്കെ. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഇതാ ഒരു ഫോക്സ് വാഗൺ വെൻഡോ ആണ്. ഏതാ മോഡൽ ഇത്? 2010 മോഡൽ. 10 മോഡലാണ്. പേപ്പർ 30 വരെ ഉണ്ടോ? പേപ്പർ 30 വരെ ഉണ്ട്. ഓക്കെ. ഏതാ ഓപ്ഷൻ? ഇത് കംഫർട്ട് ലൈൻ മിഡിൽ ഓപ്ഷൻ എന്ന് വെച്ചാൽ അലോയ്സ് ഉണ്ടാവില്ല. ബാക്കി 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരും. ഓക്കെ. ഓക്കെ. പിന്നെ ഓട്ടം 50,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി എല്ലാം ഉണ്ട്. ലാസ്റ്റ് കഴിഞ്ഞത് 2025 ജനുവരി 37 കഴിഞ്ഞാണ്. പിന്നെ ചെയ്തിട്ടില്ല. ഇപ്പോൾ 13,000 കിലോമീറ്റർ എക്സ്ട്രാ ഓടിയിട്ടുണ്ട് വണ്ടി. ഇനിയിപ്പോൾ നിലവിലൊരു സർവീസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ പീരിയോഡിക്കെല്ലാം കറക്റ്റ് പോയതാണ്. 50,000 മാത്രമേ ഓടിയുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന 2030 വരെ പേപ്പറുള്ള പെട്രോൾ വെൻഡോ ആണ്. വലിയ മെയിൻ്റനൻസ് ആയിട്ട് മേടിക്കേണ്ട പെട്രോൾ ആയതുകൊണ്ട് തന്നെ മൈലേജ് ഒരു 11-14 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടും. ഓക്കെ. അപ്പോൾ നല്ലൊരു സെഡാൻ കാറ്റഗറി, നല്ല അത്യാവശ്യം സ്റ്റെബിലിറ്റി സേഫ്റ്റി ഒക്കെ വരുന്ന ഒരു സെഡാൻ കാറ്റഗറി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഫൈനൽ എത്ര കൊടുക്കാം? ഫൈനലായിട്ട് നമുക്ക് 2.25 കൊടുക്കാം. 2,25,000 ഫൈനൽ റേറ്റ് ആണ് കേട്ടോ. ലോണ് ചാൻസ് ഇല്ല. ഒരു മോഡലിന് വഴക്കം എന്തായാലും ഉണ്ട്. അതുകൊണ്ട് ലോണ് ചാൻസ് ഇല്ല. അപ്പോൾ നല്ലൊരു സെഡാൻ കാറ്റഗറി നോക്കുന്നവരുണ്ടെങ്കിൽ ഇതെടുത്തോളൂ. അപ്പോൾ തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. മാർവൽ മോട്ടോഴ്സിൻ്റെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പിനടുത്ത് കായലോട്, അതായത് കണ്ണൂർ കൂത്തുപറമ്പ് റൂട്ടിൽ കായലോട്. കൂത്തുപറമ്പ് എത്തുന്നതിന് ഒരു 3-4 കിലോമീറ്റർ. ഓക്കെ. അപ്പോൾ കോൺടാക്റ്റിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലേക്ക് രേഖപ്പെടുത്തണം, എന്ത് തന്നെയായാലും. ഓക്കെ. അപ്പോൾ നമുക്കൊന്ന് ഇൻട്രാക്ട് ചെയ്തിരിക്കാം. ഞാനും എന്തായാലും റിപ്ലൈ ചെയ്തു എല്ലാവർക്കും. ഓക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻസിലേക്ക് വരിക. അപ്പോൾ എല്ലാവർക്കും നന്ദി. മനസ്സേ താങ്ക്സ്. അടുത്തൊരു വീഡിയോ കാണാം.